ഹലോ എല്ലാവർക്കും ഐഷൂസ് ഹെവനിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് കേട്ടോ. അപ്പോൾ പുതുതായിട്ട് വന്നവർക്കൊന്നും അറിയില്ല നമ്മൾ എങ്ങനെയാണ് പ്ലാൻസ് അയക്കുന്നത്, അങ്ങനെ പേയ്മെൻറ്റ് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞു തരാനും കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ. കൂടെ കുറച്ച് പ്ലാൻസ് സെയിലിനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ പ്ലാൻസ് അയക്കുന്നത് DTDC കൊറിയർ വഴിയാണ്. DTDC മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. ഇനി സ്പീഡ് പോസ്റ്റ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഇപ്പോൾ കുറച്ച് ഡിലേ വരും സ്പീഡ് പോസ്റ്റ് ചെയ്യുമ്പോൾ. അതാണ് അങ്ങനെ അയക്കാത്തത്. ഇപ്പോൾ പോരാത്തതിന് ഇപ്പോൾ ചൂടല്ലേ, അപ്പോൾ ഭയങ്കര ഡിലേ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ പ്ലാൻസ് അല്ലേ വേഗം ഇരുന്ന് നശിച്ചു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പേയ്മെൻറ്റ് വരുന്നത് നമ്മുടെ ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ. ഒരുപാട് പേരായി ചോദിക്കുന്നു, പുതിയ വന്നവർക്കൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ കേരളത്തിന് അകത്ത് മാത്രമേ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുള്ളൂ. പുറത്തോട്ട് ഇപ്പോൾ സെയിലില്ല കേട്ടോ. കാരണം ഒരുപാട് പ്ലാൻസ് ഈ ചൂട് കാരണം പുറത്തോട്ട് അയച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു 3-4 ദിവസമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത് പ്ലാൻസ് എല്ലാം വേഗം ചീത്തയായി പോവും. ആ ഒരു റിസ്ക് നമ്മൾ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ അത് ചെയ്യാത്തത്. കുറേയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പ്ലാൻസ് അയക്കുമോ പുറത്തുനിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ വളരെ വിഷമത്തോടെ തന്നെ പറയാറുണ്ട്, പ്ലാൻസ് ഇപ്പോൾ ഇൻസൈഡ് കേരളയാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ കാണിച്ച പ്ലാന്റ് നമ്മുടെ ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയിൽ ഹാങ് ചെയ്തിട്ട് ഇടാൻ പറ്റിയിട്ട് നല്ലൊരു ബെസ്റ്റ് പ്ലാന്റാണ്. ഇനി നമുക്ക് ഇത് നമ്മളെ പറമ്പിലുള്ള പ്ലാന്റാണ് കേട്ടോ. ഞാൻ വെറുതെ ഭംഗി കണ്ടപ്പോൾ ഞാൻ എടുത്തു വെച്ച പ്ലാന്റാണ്. ഇനി നമുക്ക് സെയിലിനുള്ള പ്ലാന്റ്സ് കാണാം. ആദ്യം തന്നെ നമ്മുടെ ഇപ്പോൾ നേരത്തെ കാണിച്ച ബാസ്ക്കറ്റ് പ്ലാന്റ് ഇല്ലേ, അതിൻ്റെ ഒരു പ്ലാന്റ് തന്നെ കാണാം. നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇത് ഹാങ് ചെയ്തിട്ട് ഇടാൻ പറ്റിയൊരു പ്ലാന്റാണ്. ഇതിപ്പോൾ ഇത് എൻ്റെ വീട്ടിലല്ല, എൻ്റെ തൊട്ടടുത്ത വീട് എന്ന് പറഞ്ഞാൽ അത്രയും അടുത്ത വീടാണ്. അവിടുത്തെ പ്ലാന്റാണ്, അവർ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ അങ്ങനെ ജസ്റ്റ് അവിടെ പോയപ്പോൾ കണ്ടപ്പോൾ വെറുതെ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ പ്ലാന്റിന് റേറ്റ് പോലെ വലിയ പ്ലാന്റിന് 40 രൂപയാണ്, ചെറിയ പ്ലാന്റിന് 20 രൂപയാണ്. ഇതടുത്ത് നമ്മുടെ മോൺസ്റ്റർ പ്ലാന്റ് ആണ്. മോൺസ്റ്റർ ഈ പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ്. 2-3 ലീവ്സൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതിന് 20 രൂപയാണ്. അടുത്തത് നമ്മുടെ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള ഗ്രീൻ കളറുള്ള ഈ അഗ്ലോണിമയ്ക്ക് 30 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയിൽ നിൽക്കുന്ന പുഷ് ചെയ്ത് നിൽക്കുന്ന പൊതു ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 30 രൂപയാണ്. അടുത്തതായിട്ട് വേറൊരു ഗ്രീൻ വെറൈറ്റി അഗ്ലോണിമ തന്നെയാണ്. 2 ലീഫിനും ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. കണ്ടോ, രണ്ടും തരമാണ്. അപ്പോൾ സെയിം ആണെന്ന് ആരും വിചാരിക്കണ്ട. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപയാണ്. ഈ ഒരു അഗ്ലോണിമക്ക് 50 രൂപയാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്കിതായിട്ട് പോത്തോസ് വെറൈറ്റിയാണ്. കട്ടിങ്സിന് 10 രൂപയും റൂട്ടഡ് പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയിൽ ബുഷിയാക്കി നിർത്താൻ പറ്റിയ ഒരു പോത്തോസും കൂടിയാണ്. പിന്നെ അടുത്തതായിട്ട് ഈ ഒരു ലെമൺ യെല്ലോ കളർ ഉള്ള സാധാരണ എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു കളർ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ് 15 രൂപയും റൂട്ടഡ് പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു ഫേൺ വെറൈറ്റിയാണ്. ഈ ഫേൺ വെറൈറ്റിക്ക് 20 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തതായിട്ട് നല്ല ഭംഗിയായിട്ട് പുഷാക്കി നിർത്താൻ പറ്റിയൊരു ഫേൺ വെറൈറ്റി തന്നെയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു പർപ്പിൾ ഹാർട്ടിന് 10 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു അഗ്ലോണിമ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു അഗ്ലോണിമയാണ്. പോട്ട് ഫുള്ളായിട്ട് തിങ്ങി നിൽക്കുന്ന ഒരു അഗ്ലോണിമയാണ്. ഈ ഒരു അഗ്ലോണിമക്ക് റേറ്റ് വരുന്നത് 25 രൂപയാണ്. നല്ല ഭംഗിയിൽ നിൽക്കും. ഒരു 2-3 ലീവ്സൊക്കെ ഉണ്ടാവും കേട്ടോ. അടുത്തതായിട്ട് ഈ ഒരു കലാക്തിയ പ്ലാന്റ്, ഇതിൻ്റെ റേറ്റ് വരുന്നത് 40 രൂപയാണ് കേട്ടോ.